ജ്യോതിഷം വലിയ ഇഷ്ടമുള്ളൊരു സബ്ജക്റ്റാണ്. എന്നോട് പറയും എൻ്റെ നമ്മൾ ഈ തുടങ്ങുവാണെങ്കിൽ ഒരു കാര്യം ചെയ്യണം, ചൊവ്വാഴ്ചയോ ശനിയാഴ്ചയോ തുടങ്ങണമെന്ന് പറയും. എന്താണെന്ന് എനിക്കറിയത്തില്ല, പലരും പറയാത്ത കാര്യം. പക്ഷെ കൽപ്പന പറഞ്ഞ എനിക്ക് രാശി അതാണെന്ന് പറയും. ഈ കൃത്യമായിട്ട് ഇപ്പം ഒരാളിനെ കണ്ട ഏതാ നാള് എന്ന് ചോദിക്കും. അപ്പോൾ ഒരു നാള് പറഞ്ഞ ഉടനെ അതിങ്ങനെ ഒരുപാട് പേരെ ഇങ്ങനെ വർഷങ്ങളായിട്ട് ആ നാളുകളും കാര്യങ്ങളും എന്ന് പറയുമ്പം ഈ 5 മക്കളെ പ്രസവിച്ച എൻ്റെ അമ്മ അരവൈദ്യനാണ്. കാരണം അന്നത്തെ കാലത്ത് ഒന്നിന് കരപ്പം വന്നാൽ മറ്റേ അതിനും വരും, ഇതിന് മണ്ണനം വന്നാൽ അതും വരും. അപ്പൊ ഇതിപ്പോ എല്ലാ മരുന്നും നമുക്ക് അറിയാം. അത് കുറച്ച് എടുത്താൽ മതി എന്ന് ഇപ്പൊ ചോദിച്ചാലും ഒരു അമ്മയ്ക്ക് അറിയാം. ചോദിച്ചിട്ട് കറക്റ്റായിട്ട് നമ്മുടെ അടുത്ത് പറയും, ഇന്ന നാളാ തിരുവോണമാ, ഇയാൾ തിരുവോണമാ, അവര് തിരുവോണമാ, ഇതിന് തിരുവോണമാ, ഇവർക്ക് ഈ സ്വഭാവങ്ങൾ കാണും, ഇന്നതൊക്കെ പറ്റും. ഞാൻ വിചാരിക്കും വലിയ ഇഷ്ടമുള്ള സബ്ജക്റ്റാ. നല്ല ഓർമ്മയും അത് ഓർത്ത് വെക്കുകയും ചെയ്യും. ഡേറ്റ് ഓഫ് ബർത്ത് ഓർത്ത് വെച്ചിട്ട് ഇത് വെർഗോയാണോ, ഇത് ലിബ്രയാണോ, അങ്ങനെയാണോ ഇങ്ങനെയാണോ എല്ലാം ചോദിച്ചു. അത് വർഷങ്ങളായിട്ട് ചോദിച്ച് എല്ലാവരുടെയും ജാതകം അവളുടെ കയ്യിലുണ്ട്. കൃത്യം അത് മനസ്സിലാക്കുകയും ചെയ്യും. ഞാൻ എനിക്ക് ഇത്രയധികം ഇൻട്രസ്റ്റ് അങ്ങനെ വരും. പണ്ട് അവളുടെ ഡയറി മുഴുവൻ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റുന്ന ഇതാണ്. ഓരോ നക്ഷത്രങ്ങൾക്ക് ചേർന്ന് ഓരോ ജ്യോതിഷന്മാർ എഴുതിയതിൽ ഒക്കെ പഠിക്കാൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ എഴുതി ഒരു ബുക്കിനകത്ത് അവൾ പോയതിന് ശേഷവും നമ്മളതൊക്കെ എടുത്തു വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്ന അതാണ്. ഇന്ന ഒരു നക്ഷത്രത്തിൽ ഒരു കുഞ്ഞ് ജനിച്ചാൽ അത് ജനിച്ചതാ ഈ പ്രായം വരെ ഒത്തിരി പ്രശ്നം കാണും. അമ്മയ്ക്ക് നന്നായിട്ട് അറിയാം അത്യാവശ്യം. അത് അമ്മയുടെ അല്ലേമ്മ അങ്ങനെ ആവുമായിരിക്കും അല്ലേമ്മ എന്ന് ചോദിക്കും. അവരുടെ ഡിസ്കഷനിലൊരു പ്രധാന ഭാഗമാണ്. അല്ല, ഇപ്പോ പൊന്നമ്മ ബാബു ശരി പറഞ്ഞൊരു കാര്യമുണ്ട്. നമുക്ക് അവരെ എവിടെയോ വേറൊരു സ്ഥലത്ത് ഇപ്പോഴും സിനിമയിലൊക്കെ ഉണ്ട് എന്ന് ഒന്ന് ഇങ്ങനെയുള്ള ആളുകളുടെ ഒരു പെട്ടെന്നുള്ള വിയോഗം എന്ന് പറയുന്നത് ആ 2 ദിവസത്തെ വാർത്തയൊക്കെ കഴിഞ്ഞാലും ഇവരങ്ങനെ ഒരു വിസ്മൃതിയിലേക്ക് പോകുന്നില്ല. ഇവർ ചെയ്ത കാര്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. നമ്മൾ ചാനൽ മാറ്റുമ്പം ഇവരെ കാണും, അല്ലെങ്കിൽ സിനിമ കാണും, അല്ലെങ്കിൽ ഇന്നിപ്പോൾ നമ്മൾ ഈ പരിപാടി ചെയ്യുമ്പോൾ ഇവരെ നമ്മൾ വീണ്ടും ഓർക്കും. അങ്ങനെ ഉള്ളത് കൊണ്ട് നമ്മൾ പലതവണ വീണ്ടും ഓർക്കുകയും ഒരു വലിയ വിഭാഗം കഴിഞ്ഞൊരു 15 വർഷത്തെ നഷ്ടങ്ങൾ എന്ന് പറയുന്നത് വലിയ നഷ്ടമാണ്. എന്റെയൊക്കെ ബാച്ചിൽപ്പെട്ട ആളുകൾ കണ്ടു വളർന്ന സിനിമകളിലുള്ള ഒരു വലിയ പലപ്പോഴും പറയില്ല, സിനിമയില് ഇതിന് പകരം വെക്കാൻ ആളില്ല എന്ന് പറയില്ല പല ആൾക്കാരും. പക്ഷെ സിനിമ വീണ്ടും മുന്നോട്ട് പോകും. കാലങ്ങൾ കടന്നു പോകുമ്പോൾ മുന്നോട്ട് പോകും. പണ്ട് സത്യമാഷ് പോയപ്പം സത്യമാഷ് അഭിനയ ചക്രവർത്തി, സത്യമാഷ്ക്ക് പകരം ആരുണ്ട്? കാലങ്ങൾ അങ്ങനെ പോകും. പക്ഷെ എങ്കിലും സിനിമയുടെ ഏറ്റവും വലിയ ഗുണമെന്ന് പറഞ്ഞാൽ ഇവര് കാലാതീതമായി ജീവിക്കുന്നു എന്നുള്ളതാണ്. സിനിമ ആർട്ടിസ്റ്റുകൾക്ക് മരണമില്ല. അവർ മരിച്ചതായിട്ട് നമുക്ക് തോന്നുന്നില്ല. മഹസാർ പറഞ്ഞൊരു വലിയ കാര്യമാണ്. മഹസാർ പറഞ്ഞു, ഞാൻ സിനിമ കാണാറില്ല വീട്ടില്. കാര്യം ഞാൻ കാണുമ്പോൾ ഓൺ ചെയ്യുമ്പോൾ കാണുന്നവരെല്ലാം ആരുന്നില്ല. അദ്ദേഹം പറഞ്ഞത് ശ്മശാനത്തിലിരുന്ന് സിനിമ കാണുന്ന പോലെ തോന്നുന്നു പറഞ്ഞു. തോന്നും, എല്ലാരും കൂടെ അഭിനയിച്ച ആരുന്നില്ല. അപ്പൊ ഓരോന്ന് കാണുമ്പോ അതുകൊണ്ട് കാണാതിരിക്കുക. അപ്പൊ കാണുമ്പോ ഇവരൊക്കെ ഓർമ്മകൾ ഇങ്ങനെ ഉള്ളിലോട്ട് കയറി വരികയല്ലേ. അപ്പൊ നമുക്ക് എപ്പോഴും ഇപ്പൊ ഉർവശി തന്നെ ഉർവശി ചെയ്യുന്ന ഒരു സിനിമ കാണുമ്പോൾ കൽപ്പനയെ കാണുമ്പോൾ കൽപ്പനയുടെ കൊച്ചിലേ തൊട്ടുള്ള ഓർമ്മകളായിരിക്കും മനസ്സിലേക്ക് വരുന്നത്. അത് എല്ലാവർക്കും ഒരു സഹോദരി എന്നുള്ളതിലേക്ക് മാത്രമല്ല ഞാൻ പറഞ്ഞു. സുഹൃത്തായാലും ശരി, ബന്ധുക്കളായാലും ശരി. ഇപ്പൊ ഞാൻ പറഞ്ഞു, ഇപ്പം കൽപ്പനയെ പറ്റി പറയുമ്പോൾ എന്റെ മനസ്സിൽ ആദ്യം ഓടി വന്ന് ശ്രീകണ്ഠേശ്വരത്ത് ആ ചെറിയ വഴിക്കകത്ത് ഇവർ താമസിക്കുന്ന സ്ഥലവും അവിടെ വന്നിട്ടുള്ള ബീവിച്ചേട്ടനോട് വന്നിട്ടുള്ള അതും പിള്ളേർ കൊച്ചിലെ കാണുന്ന അന്നോട്ട് ഉള്ള ഓർമ്മകളാണ് നമ്മുടെ മനസ്സിലുള്ളത്. അതായത് എനിക്കൊരിക്കലും അവൾ പോയി എന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം എൻ്റെ ഓർമ്മകളെല്ലാം അവളുമായിട്ടുള്ള വളർച്ചയാണ് എൻ്റെ ബാല്യം.